السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാദരണീയരായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുസുന്നത്ത്, അത് ജീവിതത്തിൻ്റെ വെളിച്ചമായി ലഭിച്ച ഒരു നല്ല സമൂഹമാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളും നാം വിശ്വസിക്കുന്ന ഈ പവിത്രമായ വിശ്വാസവും പരിഗണിച്ചുകൊണ്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം നാളെ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പല വിധത്തിലുള്ള പ്രതിസന്ധികളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. റഹ്മാനായ റബ്ബ് അവർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മനുഷ്യക്കുരുതി പോലെ ഓരോ ദിനരാത്രങ്ങളും കടന്നു പോകുമ്പോൾ സങ്കടത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും റഹ്മാനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുകയും പ്രതിസന്ധികൾ പരിഹരിച്ചു നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് ഈ ഒരു നല്ല സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇന്ന് ഒരു പകൽ എരിഞ്ഞടങ്ങിയപ്പോൾ നമ്മുടെയൊക്കെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നാളെയുടെ പകലിൽ വരാനിരിക്കുന്ന ധാരാളം ഉത്തരവാദിത്വങ്ങളും അതിനെ തുടർന്നുള്ള മാനസിക സംഘർഷങ്ങളും ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ പ്രതിഫലമായി മാറുക എന്നതാണ് ഇത്തരം സംഗമങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന നിയ്യത്ത്. അതിന് നമുക്ക് ചില തിരിച്ചറിവുകളും പ്ലാനും അതുപോലെ പദ്ധതികളും കണക്കുകൂട്ടലുകളുമാണ് വേണ്ടത്. അപ്പോഴാണ് എല്ലാം പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എത്ര വലിയ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ആരോഗ്യത്തോടു കൂടി ടറഫിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവൻ നിമിഷാർദ്ധത്തിൽ മരിച്ചു വീഴുന്നത് നമ്മൾ കാണുകയാണ്. എത്ര പേരും പ്രശസ്തിയും ആളുകളുടെ അംഗീകാരമുണ്ടെങ്കിലും ആരുടെയും
ഒരു സഹായം ലഭിക്കാതെ മലർന്നടിച്ച് കിടന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മെ ബന്ധുമിത്രാദികൾ യാത്രയാക്കും. ആ ഒരു നിമിഷാർത്ഥമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ തുടക്കം എന്നതാണ് ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർക്കുന്നതിൻ്റെ പ്രസക്തി. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഒരു അലങ്കാരമായി നമ്മൾ പറയാറുണ്ട്. സമ്പത്ത് കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പ്രതാപം കാണിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും വാങ്ങിക്കൂട്ടി അത് തൻ്റെ പ്രതാപമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ അതിൽ അഭിരമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസവും കഠിനാധ്വാനവും കൊണ്ട് ഉന്നത പദവികൾ നേടിയെടുത്തതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മിൽ പലരും. അത് എടുത്ത് നമ്മൾ കുടുംബത്തിൽ ഫഖ്ർ കാണിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും പാരമ്പര്യവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന ആളുകളെ കണ്ട് അസൂയപ്പെടുന്ന സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സംഗതിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത്, പാരമ്പര്യം, സ്വാധീനം, ഭൗതികമായ അറിവ്, ഇതാണല്ലോ നമ്മുടെ അസറ്റ്. അതുകൊണ്ടൊന്നും നേടാൻ കഴിയാത്ത ഒരു വലിയ അനുഗ്രഹമുണ്ടെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇങ്ങനെ ശാന്തമായി നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ആ അനുഗ്രഹം ലഭിക്കപ്പെട്ടവരിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 1000 തവണ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സകലമാന സൗഭാഗ്യങ്ങളും ഒരു തട്ടിലും റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നേർക്ക് നേരെ ഇടപെട്ടുകൊണ്ട് നമുക്കൊരു സമ്മാനം നൽകിയിട്ടുണ്ട്. അതാണ് സന്മാർഗമെന്ന, ഹിദായത്ത് എന്ന വെളിച്ചം എന്നുള്ളത്. ഇന്ന് നമുക്കിവിടെ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും, ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മേക്കാൾ താഴെ ഉള്ള ആളുകളുടെ ജീവിത കാഴ്ചപ്പാടും ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ നമുക്ക് തന്നെ നമ്മെക്കുറിച്ച് റഹ്മാനായ റബ്ബ് തന്ന അനുഗ്രഹം, ഈ ഹിദായത്ത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് അനുഭവപ്പെടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹിദായത്ത് നൽകിയ റഹ്മാനായ റബ്ബിനെ സദാസമയവും സ്തുതിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ജീവിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്താൻ റഹ്മാനായ റബ്ബ്, എടോ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ സൗഭാഗ്യം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ധാരാളം ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിക്കുന്നതിൽ വളരെ പ്രമുഖമായ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ആ ഹിദായത്ത് ലഭിച്ചതിന്റെ മഹത്വം നോക്കൂ. സമ്പത്ത് എന്നുള്ളതാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും മാനദണ്ഡമെങ്കിൽ സമ്പത്ത് കൊണ്ട് ലഭിക്കാത്തതാണ് ഹിദായത്ത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനത ബനോ ഇസ്രായേലുകാർ, വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ ഉദാഹരിച്ച ഒരു ജനസമൂഹമാണ് ബനോ ഇസ്രായേലുകാർ. അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകി അനുഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഖാറൂൻ. ഈ ചരിത്രം അറിയാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് നമ്മുടെ ഹിദായത്ത് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ്.
ആ ഖാറൂൻ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഫബഗാ അലൈഹിം, അയാൾ അവർക്ക് നേരെ അക്രമം കാണിച്ചു എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമയോടും വിശ്വസിച്ച ആളുകളോടും ആ മനുഷ്യൻ അക്രമം കാണിച്ചു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഹു ബിൽ ഉസ്ബ ഉലിൽ ഖുവ്വ. റഹ്മാനായ റബ്ബ് പറയാ, തന്റെ ഖജനാവുകൾ ശക്തമായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കവണ്ണമുള്ള നിക്ഷേപങ്ങൾ അള്ളാഹു ഖാറൂന് നൽകിയിരുന്നു എന്നാണ്. പക്ഷേ ആ ഖാറൂന് ആ സമൂഹം നോക്കി നിൽക്കെ സമ്പൂർണമായ അപമാനപൂർണമായ മരണമാണ് അള്ളാഹു നൽകിയത്. ഖിയാമത്ത് നാളിൽ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശിയാണ് അവൻ എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടന്നുപോയ മൂസാ നബി അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വചനവും ആ മനുഷ്യന്റെ കാതുകളെ ഏറ്റവും സുന്ദരമായ കേൾവിയാക്കി മാറ്റിയില്ല. ആ മനുഷ്യന്റെ കർണപുടങ്ങളിൽ അത് മുഴുവൻ ഏറ്റവും വെറുപ്പിന്റെയും മ്ലേച്ഛതയുടെയും വർത്തമാനങ്ങൾ മാത്രമായിരുന്നു. തന്റെ സമ്പത്തും തന്റെ ആഡംബരവും തന്റെ സുഖലോലുപതയും മാത്രമാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്നായിരുന്നു ആ മനുഷ്യന്റെ അഹങ്കാരം. റഹ്മാനായ റബ്ബ് ജനങ്ങൾ നോക്കി നിൽക്കെ സമ്പൂർണ്ണ നാശം ആ ഖാറൂൻ, ആ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ നിന്ദ്യർക്ക് ഉദാഹരണമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹ് പറയാ, സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും നേടാൻ പറ്റുമോ? രണ്ട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ നിങ്ങൾ, അബൂ ത്വാലിബ് എന്ന മനുഷ്യൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ എന്ന മലക്ക് വരുന്നുണ്ടെന്നും ആ ജിബ്രീൽ പ്രവാചകന് അള്ളാഹുവിങ്കൽ നിന്നുള്ള വഹയ് ഓതിക്കൊടുക്കുന്നുണ്ട് എന്നും കൃത്യമായി ബോധ്യപ്പെട്ട ആ നാട്ടിലെ പ്രമാണിയായിരുന്നു. എന്തിനേറെ, കഅബാലയത്തിന്റെ പരിചാരകനായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ആ നാട്ടിലെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന പൗര പ്രമാണിയായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പറഞ്ഞിട്ട് പോലും കെലിമയൊന്ന് ചൊല്ലി മരിക്കാൻ ആ മനുഷ്യന് അധികാരമോ സ്ഥാനമാനങ്ങളോ ഫലം ചെയ്തില്ല. ആ മനുഷ്യന് കിട്ടാത്തതാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലി അത് വിശ്വസിച്ച് അതിന്റെ അടയാളങ്ങളോട് കൂടി ജീവിക്കാൻ തൗഫീഖ് നൽകിയത്. അൽഹംദുലില്ലാഹ്. പറഞ്ഞുകൂടെ സഹോദരങ്ങളെ, നമുക്ക് 1000 തവണ പറയാൻ പറ്റും അൽഹംദുലില്ലാഹ്. ആ മനുഷ്യന് ബോധ്യപ്പെടാത്തതാണ് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടാൻ ചാൻസ് തന്നത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ അധികാരവും സ്ഥാനവും ഒരർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പത്നിമാരായിരുന്ന ആളുകൾക്ക് പോലും ബോധ്യപ്പെട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ. ശ്രദ്ധിക്കണേ, അവിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിക്കുന്നു എന്നാണ്. അവിശ്വാസം, കാഫിർ എന്ന വാക്കിന് എന്താ അർത്ഥം എന്നറിയോ? ഒരു സത്യം മനസ്സിലായിട്ട് അത് പറയാതെ മൂടി വെക്കണവനാണ് കാഫിർ എന്ന് പറയാം. 2 പ്രവാചകന്മാരുടെ ഭാര്യമാരായി ജീവിച്ചു. അവർക്കറിയാമായിരുന്നു തന്റെ ഭർത്താക്കന്മാർ വഹി അനുസരിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. ഇമ്രഅത്ത നൂഹിൻ വമ്രഅത്ത ലൂത്തിൻ, 2 പ്രവാചകന്മാർ. ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിശ്വസിച്ചില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ വിശ്വസിച്ചില്ല. അള്ളാഹ് പറഞ്ഞെന്താ? കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ, എന്റെ സച്ചരിതരായ 2 അടിമകളുടെ കീഴിലായിരുന്നു ഇവർ 2 പേരും. ഫഖാനത്താഹുമാ, പക്ഷേ അവർ 2 പേരെയും വഞ്ചിക്കുകയാണ് ചെയ്തത്. ഫലൻ യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അള്ളാഹ് ശിക്ഷയിൽ നിന്ന് പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു എന്നതുകൊണ്ട് ഒരു ഇളവും വരുത്തിയില്ല. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഒന്നുകൂടി ചിന്തിക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യത. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
മനസ്സിൽ തട്ടി പറഞ്ഞ് 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ചത് എങ്ങനെയോ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ച് ഖുർആൻ ക്ലാസ്സിലിരുന്ന് വെള്ളിയാഴ്ച ജുമുഅകൾ പെരുന്നാള് പോലെ ആഘോഷമായി ജീവിതത്തിൽ കൊണ്ടു നടന്ന് എല്ലാ തിരക്കുകൾക്കിടയിലും തന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹം. അൽഹംദുലില്ലാഹ്. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് ലഭിക്കാത്തത്, പ്രവാചകന്റെ പിതൃവിന് കിട്ടാത്തത് അല്ലേ വിശ്വാസികളെ? ഈ ഒരു വലിയ അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണം. അത് ബോധ്യം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവുക. അള്ളാഹു അങ്ങനെ ഹിദായത്ത് ലഭിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹ് സൂറത്തു അൻആമിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് അത്. ഫമൻ യുരിദില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചുവെങ്കിൽ, എന്താണ് ഉദ്ദേശം? അയ്യഹ്ദിയഹു, ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്നെന്താ? അവന് സദാസമയവും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. ഇല്ലേ സഹോദരങ്ങളെ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം രാവിലെ തീരുമാനിച്ച കാര്യങ്ങൾ വൈകുന്നേരമാകുമ്പോഴേക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാവിലെ കോഴിക്കോട്ടേക്ക് നിശ്ചയിച്ച യാത്ര ആകസ്മികമായി എത്ര തവണ നമ്മൾ മാറ്റിവെച്ചു? നാം അറിയാതെ എത്ര ആക്സിഡന്റുകൾക്ക് നമ്മൾ സാക്ഷിയായി? നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളും മാറ്റങ്ങളും വന്നു? അത് നമ്മെ ചിന്തിപ്പിച്ചിട്ടില്ലേ? എനിക്ക് ഞാനല്ലാത്തൊരു നിയന്താവ് ഉണ്ട് എന്ന്, എന്റെ കാര്യങ്ങൾ ഞാനല്ല നിയന്ത്രിക്കുന്നത് എന്ന്, എന്റെ കാര്യങ്ങൾ നോക്കുന്നവൻ വേറെ ആരോ ഉണ്ടെന്ന് എപ്പോഴും നമ്മുടെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും, അല്ല നിസ്കരിക്കാത്തൊരു കാലം കടന്ന് ചിലപ്പോൾ നമുക്ക് പോയിട്ടുണ്ടാവും. അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ. അപ്പോഴും അള്ളാഹ് എന്ന് നമ്മൾ വിളിച്ചു പോയിട്ടുണ്ട്. കാരണം ആ രക്ഷിതാവ് നമ്മോട് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളോട് കൂടി സംസാരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വലിയ വലിയ കെട്ടുപുസ്തകങ്ങളിലൂടെ കടന്നു പോയപ്പോ നമ്മുടെ കണ്ണും നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ നാഡി നരമ്പുകളും ഹൃദയവും അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ മെല്ലെ മെല്ലെ നമ്മൾ കടന്നു പോയപ്പോ അവിടെ നമ്മുടെ രക്ഷിതാവിനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അത് തന്നെയാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. അത് ബോധ്യപ്പെടാനുള്ള ചാൻസ് ആരാണോ പ്രയോജനപ്പെടുത്തിയത് അവന് ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹു തീരുമാനിക്കും. ആ ഭാഗ്യത്തിലാണ് നമ്മൾ പെട്ടത്. പറഞ്ഞുകൂടി സുഹൃത്തുക്കളെ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ പറയണം കേട്ടോ. കാരണം എന്താ അറിയോ? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരെയാണ്, അശാക്കിരീൻ, നന്ദി കാണിക്കുന്നവരെയാണ് റഹ്മാനായ റബ്ബിന് തൃപ്തി. നമുക്ക് കിട്ടിയതിനെ കുറിച്ച് 1000 തവണ നമ്മൾ ഹംദ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് നിരാശ ഉണ്ടാവില്ല. അപ്പൊ അടുത്ത പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ മേഖലകൾ കെട്ടിപ്പടുക്കുന്നവരെ കാണുമ്പോൾ സന്തോഷമേ ഉണ്ടാവുള്ളൂ, അസൂയ ഉണ്ടാവില്ല. കാരണം അള്ളാഹ് എനിക്കും തന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ അവന് സാധിക്കും. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് പറയാം, ഇങ്ങനെ ഒരു ഹിദായത്ത്, ഒരു വെളിച്ചം അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യനാണ് എങ്കിൽ യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ മനസ്സിനെ റഹ്മാനായ റബ്ബ് ഇസ്ലാമിലേക്ക് തുറന്നു കൊടുക്കുമെന്നാണ്. അതിന് നേർ വിപരീതം ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിന് എതിരെ അവന്റെ മനസ്സിനെ അടച്ചു വെക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഇസ്ലാമിന് നേരെ നമ്മുടെ മനസ്സിനെ തുറന്നു വെച്ചു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ പറഞ്ഞത് യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവന്റെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചു കൊടുക്കും. നേർ വിപരീതവും തൊട്ടടുത്ത് അള്ളാഹിന്റെ വലിയൊരു ഖുദ്റത്താണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയത്തിന് അപ്പൊ തന്നെ മറുപടി പറയും. അല്ല എന്ന തുറന്നു വെക്കാത്തവനാരാ? വമൻ യുരിദ് അൻ യുദില്ലഹു, ഒരു മനുഷ്യൻ അല്ലാഹു ലലാലത്തിലാക്കാനാണ് ഉദ്ദേശിച്ചത്. അവൻ അള്ളാഹിനെ ബോധ്യപ്പെട്ടിട്ടില്ല. അള്ളാഹിനെ അവന്റെ ചുറ്റുപാട് നിന്ന്, അവന്റെ കാണുന്ന കണ്ണുകൊണ്ട്, കേൾക്കുന്ന കാതുകൊണ്ട്, അവന് മനനം ചെയ്യാൻ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ബുദ്ധി കൊണ്ട്, അവന്റെ അറിവ് കൊണ്ട്, ചുറ്റുപാടിലുള്ള കാഴ്ചകൾ കൊണ്ട്, ഈ ഭൂമി പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ കൊണ്ട് അള്ളാഹിനു മനസ്സിലായിട്ടില്ല.
അത്തരം ആളുകൾക്ക് അല്ലാഹു ലലാലത്താണ് വെച്ചിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ ആ വാക്കിന്റെ ഒരു പ്രയോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിനെ ഞെരുങ്ങിയതും ഇടുക്കമുള്ളതുമാക്കി മാറ്റും. അവൻ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നത് പോലെ. ഇതൊരു മുഅ്ജിസത്താണ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അത്യത്ഭുതമാണ്. 14 നൂറ്റാണ്ട് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഗോളശാസ്ത്രം പഠിച്ചിട്ടില്ല, വാനശാസ്ത്രം പഠിച്ചിട്ടില്ല, ജന്തുശാസ്ത്രം പഠിച്ചിട്ടില്ല, സസ്യശാസ്ത്രം പഠിച്ചിട്ടില്ല. സാധുവായ ഒരു ആട്ടിടയൻ 40 വയസ്സായ റഹ്മാനായ റബ്ബ് ഹിദറാ ഗുഹയിൽ ജിബ്രീലിനെ പറഞ്ഞയച്ച് അണച്ചുപിടിച്ച് ഇഖ്റ എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ എനിക്കറിയില്ലെന്ന് വാവിട്ട് കരഞ്ഞു പോയ നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാ നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യങ്ങനെ മേലേക്ക് കയറിപ്പോയാ അവനങ്ങ് ഇടുങ്ങിപ്പോകും. ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യം വരും, നെഞ്ചിടക്കം വന്ന് അവൻ മരിച്ചു പോകും. അല്ലെ? ഈ ഒരു ആയത്തിന്റെ ഒരു ചെറിയ കഷ്ണം സയൻസ് പഠിച്ചപ്പോ നാം കേട്ടിട്ടില്ലേ? അന്ന് നമ്മൾ പറഞ്ഞു പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ ഹിദായത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു നമ്മെ നയിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. എന്നിട്ട് അല്ലാഹ് പറയാ എങ്ങനെ, അവൻ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് പോലെ. അവന് അവന്റെ മനസ്സിന് ഇടുക്കവും ഞെരുക്കവും ഉണ്ടാകും. മുഫസ്സിറുകൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ അറിയോ? ദുനിയാവ് ഇങ്ങോട്ട് തികയാഞ്ഞിട്ടേ ആർത്തി മൂത്തിട്ട് അവൻ രാപ്പകലുകൾ ജീവിതത്തിൽ തിരക്ക് പിടിച്ചങ്ങ് കടന്നു പോകും. അവന് ജീവിച്ചു കൊതി തീരൂല. അവന്റെ മുമ്പിലുള്ള എല്ലാം അവന് ആവശ്യമായിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടി ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. കദാലിക യജ്അലുല്ലാഹു അർരിജ്സ്. അങ്ങനെയാണ് അല്ലാഹു ശിക്ഷ കൊടുക്കുക. എവിടുന്ന്? ദുനിയാവും തന്നെ. അള്ളാനെ മനസ്സിലാകാത്ത ഒരാൾക്ക് അള്ളാഹ് ദുനിയാവും തന്നെ കൊടുക്കും, ഈ ഇടുങ്ങിയ ഒരു മനസ്സ് കൊടുത്തുകൊണ്ട്. അലല്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തവരെ അള്ളാഹു അങ്ങനെയാണ് ശിക്ഷിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധവും പവിത്രവുമായ വെളിച്ചം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാം, ഇത് നമുക്ക് ഉണ്ടെന്ന് ഒന്നുകൂടി ബോധ്യപ്പെടണ്ടേ? ഞാൻ അത്രയും പറഞ്ഞ എന്താണെന്നറിയോ? ഇതിന്റെ ഒരു തണലിൽ നമ്മൾ ഉണ്ട് എന്നാണ്. അൽഹംദുലില്ലാഹ്. അല്ലെ? ഖുർആൻ നമ്മുടെ വേദഗ്രന്ഥമാണ് എന്ന് മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി വിശ്വസിച്ചത് കൊണ്ടാ നമ്മൾ ഇവിടെ എത്തിയത്. നാളെ ഒരു ഖിയാമത്ത് നാളുണ്ട്, അവിടെ ഒരു വിചാരണ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഇന്നേ വരെ കാണാത്ത റബ്ബിനെ കാണുന്ന ഒരു സുദിനം എനിക്ക് വരാനുണ്ട്. അവിടെ ഒരു മീസാനുണ്ട്, അവിടെ ഒരു വിലയിരുത്തലുണ്ട്, അവിടെ നന്മ തിന്മകൾ തൂക്കി നോക്കലുണ്ട്. ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എങ്കിൽ ആ ഹിദായത്ത് ലഭിച്ചു എന്നതിന് നമുക്കുള്ള ലക്ഷണം എന്താണ്? നമ്മുടെ ജീവിതം കൊണ്ടുള്ള ലക്ഷണം എന്താണ്? ഖുർആൻ പറഞ്ഞത് ഞാൻ പറയാം, അതുണ്ടോന്ന് പരിശോധിച്ചാൽ മതി. ഒന്നാമത് അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? വിശ്വാസവും വിശ്വാസ ജീവിതവും. വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞേ. ആ വിശ്വാസവും ആ വിശ്വാസത്തോടൊപ്പമുള്ളൊരു ജീവിതം ഉണ്ടല്ലോ. എപ്പോ തുടങ്ങും? രാവിലെ സുബഹിന്റെ മുമ്പ് തുടങ്ങണം. നമ്മളിതൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അത് ആരംഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? തഹജ്ജുദിൽ തുടങ്ങി, സുബഹി ജമാഅത്തിലെത്തി. നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിലും ആ ദുഹാ നമസ്കാരത്തിന്റെ 2, 4, 6, 8 നിർവഹിച്ച് ഫർളിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇശാ കഴിഞ്ഞ് കിടക്കുമ്പോ സ്വർഗത്തിൽ അല്ലാഹു എനിക്ക് ഇന്നൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമാറ് റവാത്തിബ് സുന്നത്ത് 10, 12 നമസ്കരിച്ച് അങ്ങനൊരു ജീവിതം. അല്ലാഹ് പറയാ, അങ്ങനൊരു ജീവിതം അവന് ഏറ്റവും സുന്ദരവും ഇഷ്ടമുള്ളതും ആയിരിക്കും. അങ്ങനെ ജീവിക്കാൻ അവൻ കൊതിക്കും. അത് നഷ്ടപ്പെടുന്നത് അവന് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളതായിരിക്കും. സഹാബത്ത് കരഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ദുഃഖിതനായിട്ടുണ്ട്. എപ്പോന്നറിയോ? ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിൽ,
ഒരു യുദ്ധത്തിൽ വിജയിക്കുകയും പക്ഷേ ആ ജമാഅത്ത് നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകനും സഹാബത്തും. യുദ്ധത്തിൽ പോലും ജമാഅത്തായി നമസ്കരിച്ച ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അത്രമാത്രം ദീനിനെ സ്നേഹിച്ചിരുന്നു എന്നർത്ഥം. ഇങ്ങനൊരു സ്നേഹമുണ്ടോ? അല്ലാഹ് പറയാ, വലാകിന്ന ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അള്ളാഹുവിനെ ദൃഢമായി വിശ്വസിച്ച ഒരു മനുഷ്യന്റെ വിശ്വാസം അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിത്തീരും. ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ വിശ്വാസമായിത്തീരും. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതം വസയ്യനഹു ഫീ ഖുലൂബിക്കും, അവരുടെ മനസ്സുകളിൽ അതിനോടുള്ള ഇഷ്ടം ഒരു അലങ്കാരമായി, സൗന്ദര്യമായി അവൻ അനുഭവപ്പെടുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. അല്ലെ, നമ്മളെ മക്കളെ കാണുമ്പോൾ വല്ലാത്തൊരു സീനത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അല്ലെ, നമ്മളെ കുട്ടി ഒന്ന് ഖുർആൻ ഓതുമ്പോൾ, നമ്മളെ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡിൽ ആ ക്ലാസ്സിലെ ഒന്നാമനാണെന്ന് അവൻ പറയുമ്പോൾ, അവനൊരു ചെറിയ ട്രോഫിയുമായി നമ്മുടെ വീട്ടിലേക്ക് വൈകുന്നേരം ഉമ്മ ഉപ്പ എന്ന് വിളിച്ചു വരുമ്പോൾ ഒരു വല്ലാത്ത സീനത്തുണ്ട്. അല്ലെ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി മാസങ്ങളും വർഷങ്ങളും എടുത്ത് പ്ലാൻ ചെയ്തുണ്ടാക്കിയ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത ആനന്ദമുണ്ട്. നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്ന കാർ, അതിലേക്ക് നോക്കുമ്പോൾ ഒരു കൺകുളിർമയുണ്ട്. അല്ലേ, ഇത് എന്തേ? അത് നമ്മുടേതാണ് എന്ന ചിന്തയാണ്. ഇതെന്റേതാണ്, എന്റേത് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ അള്ളാഹുവിന്റെ ദീന് മനസ്സിലേക്ക് അങ്ങോട്ട് കേറിയാൽ അള്ളാഹ് പറയാണ്, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഈമാൻ, അത് ഏറ്റവും പ്രിയങ്കരമായി തീരുകയും അതവന്റെ മനസ്സിലെ ഏറ്റവും അലങ്കാരമായി തോന്നുകയും ചെയ്യും. സുബഹി ജമാഅത്തിന് പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ വലത് സൈഡിൽ അങ്ങ് കയറി നിൽക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോ അവന്റെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷമുണ്ട്. പടച്ചോനെ, ഇന്നലെ രാത്രി ഞാൻ മരിച്ചിട്ടില്ല, എന്റെ ഒരു ഭാഗം തളർന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണോ കിടന്നുറങ്ങിയത്, അതിനേക്കാൾ ആനന്ദത്തോടു കൂടി, മനസ്സമാധാനത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി, ശരീരത്തിന് യാതൊരു പ്രയാസവുമില്ലാതെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ പ്രാർത്ഥിച്ച് ഞാനിതാ എഴുന്നേറ്റ് അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ആ സുബഹി ജമാഅത്ത് തീരുന്നത് അവന് സങ്കടമായിരിക്കും. കാരണം ഇനി ഇത്രയും സമയം എന്റെ ജീവിതത്തിൽ കടന്നുപോയെങ്കിലേ അടുത്തൊരു പ്രഭാതത്തിൽ ഒരു നമസ്കാരം കിട്ടുന്ന ഉണ്ടോ? ഞാൻ എന്നോട് തന്നെ കേട്ടോ ചോദിക്കണേ, നമുക്കങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ? അതോ തിരക്കുകൾക്കിടയിൽ ബിംബിഷ്ടത്തോടു കൂടി, ഇഷ്ടമില്ലാതെ, അല്ലേ, ആ സുബൈക്ക് അങ്ങ് എഴുന്നേറ്റു എന്ന് വരുത്തി പള്ളിയിലേക്ക് പോകാതെ ആ കട്ടിലിന്റെ സൈഡിൽ ആ മുസല്ലങ്ങ് വിരിച്ച് ഒരു നമസ്കാരം അങ്ങ് നിസ്കരിച്ച് പുറത്തേക്ക് അങ്ങ് കിടക്കണം. നിസ്കരിച്ചു എന്ന് പറയുന്നൊരു നിസ്കാരം അങ്ങനെയാണോ? എങ്കിൽ അല്ലാഹ് പറഞ്ഞ ഈ സീനത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു ഹിദായത്തിന് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് പറയാം, അവർക്ക് പിന്നെയും കുറെ ഗുണവിശേഷങ്ങൾ ഉണ്ടാകും. വകറഹ ഇലൈക്കും, അവർക്ക് വല്ലാത്ത വെറുപ്പായിരിക്കും. എന്ത്? അൽ കുഫർ, അവിശ്വാസം. തന്റെ വിശ്വാസം തെറ്റിപ്പോകുന്ന സാഹചര്യം അത്രമേൽ വെറുപ്പായിരിക്കും അവന്. ഉണ്ടോ നമുക്കങ്ങനെ? എന്നിട്ട് അല്ലാഹ് എണ്ണിപ്പറഞ്ഞു ഈ കുഫറിനെ കുറിച്ച്. എന്താണ്? വൽ ഫുസൂഖ്, തമ്മാടിത്തം, വൽ ഉസ്യാൻ, അനുസരണക്കേട്. ഇതൊക്കെ വെറുപ്പായിരിക്കും. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കണ്ണുകൊണ്ടെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് അവന് അറപ്പായിരിക്കും. മനസ്സുകൊണ്ടെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് അവന്റെ മനസ്സിൽ ഏറ്റവും വെറുപ്പായിരിക്കും. ഇത്ര നല്ലൊരു മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? മൊബൈൽ ഫോണും ഇന്റർനെറ്റും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഓഫീസും നമ്മുടെ സഹപ്രവർത്തകരും ഇതിനിടയിൽ നിന്ന് ഇങ്ങനെ ഒരു മനസ്സിനെ സംരക്ഷിച്ച്, അല്ലെ, ശുദ്ധമായി പരിശുദ്ധമായി കൊണ്ടു നടക്കാനുള്ള താക്കത്ത്, ഈമാനികമായ ഉന്മേഷം നമുക്കുണ്ടോ എന്നാണ് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ.
അർ-റാഷിദൂൻ എന്ന വാക്കെന്താ അറിയോ? തൻ്റെ ഇടമുള്ളവർ എന്നാണ്. അതൊരു തൻ്റെ ഇടാണ്. തൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തെ സംരക്ഷിക്കുവാനുള്ള തൻ്റെ ഇടം അല്ലേ? ഇന്ന് 100 പവൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഒരിക്കലും അത് വീട്ടിൽ നമ്മൾ വെക്കൂല. ഏറ്റവും സുരക്ഷിതമായ ഒരു ബാങ്ക് ലോക്കറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. എന്തേ? അത്ര വിലപിടിപ്പ് അതിന് ഉണ്ട് എന്ന ബോധ്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹ് അത്ര തന്നെ പറഞ്ഞോളൂ. നിങ്ങളെ ജീവിതത്തിൽ 1000 കിലോ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിനേക്കാൾ മേലെയാണ് റഹ്മാനായ റബ്ബ് നിങ്ങൾ ചോദിക്കാതെ, നിങ്ങൾ ആവശ്യപ്പെടാതെ, ചിലപ്പോൾ പാരമ്പര്യമായിക്കൊണ്ട്, ചിലപ്പോൾ കോളേജിൽ വെച്ച്, ചിലപ്പോൾ ചുറ്റുപാടിൽ വെച്ച് ഇതാണ് ശരി എന്ന് തോന്നുന്ന ഒരു നിമിഷാർദ്ധത്തെ നിങ്ങൾക്ക് സമ്മാനമായി നൽകിയത്. വർഷങ്ങളോളം തെരഞ്ഞ് ലഭിച്ച ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, നിങ്ങൾ കാത്തിരുന്ന് നൊന്ത് പ്രസവിച്ച മക്കളെക്കാൾ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഈ ഹിദായത്തിന്റെ വെളിച്ചമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് തിരിച്ചറിയുന്നവനെയാണ് അള്ളാഹ് പറഞ്ഞത് അവന് ഈമാൻ ഒരു പ്രകാശമായിരിക്കും എന്ന്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിച്ചപ്പോ സഹാബത്ത് ചോദിക്കണ്ടേ, നബിയെ നിങ്ങൾ പറഞ്ഞല്ലോ സ്വദ്രണ്ട് വിശാലാകും, മനസ്സിങ്ങോട്ട് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ വികാസം ലഭിച്ചത് എങ്ങനെയാണ് മനസ്സിലാകുക? ആ വികാസം ലഭിച്ചവർ എങ്ങനെയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വികാസം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അള്ളാഹു നൽകുന്ന ഒരു വെളിച്ചമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു വെളിച്ചമാണ്. എന്താ വെളിച്ചം എന്നറിയോ? ഒരു വിഷയത്തിൽ പോയി നമ്മൾ അങ്ങോട്ട് ആക്സിഡന്റ് ആകുമ്പോ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷത്തിൽ ഇസ്ലാമികമായ പരിഹാരങ്ങൾ അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരും. കടം കയറി ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോ അവന്റെ മുമ്പിൽ കുറേ പരിഹാരങ്ങളുണ്ട്. എന്താ പരിഹാരം? നേരെ ഇല്ല പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുവച്ചാൽ അവന് ലോണ് കിട്ടും അല്ലേ? അതൊരു പരിഹാര. എളുപ്പം തോന്നുന്ന പരിഹാര. പിശാച് ദേ എടുത്തോ എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി നമ്മളെ കൊണ്ടുപോയി. എന്നാൽ വിശ്വാസിയുടെ മനസ്സിൽ ഈ ഒരു പ്രതിസന്ധിയിലും ഞാൻ ഹറാമ് ചെയ്യില്ല എന്ന തീരുമാനത്തിലേക്കാണ് അവനെ കൊണ്ടുപോവുക. അവന്റെ കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകും. ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെക്കുറിച്ച് ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും. അള്ളാഹ് പറഞ്ഞതാ പരീക്ഷിക്കുമെന്ന്. അള്ളാഹു കഠിനമായ പരീക്ഷണങ്ങളിൽ തൊട്ട് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആ പരീക്ഷണങ്ങളിൽ അവന്റെ മുമ്പിലേക്ക് അള്ളാഹു ഒരു വെളിച്ചം കൊടുക്കും, ദീനിയായ ഒരു പരിഹാരം. നീ ക്ഷമിക്കേണ്ടവനാണ്, നീ സഹിക്കേണ്ടവനാണ്, നീ ഉൾക്കൊള്ളേണ്ടവനാണ്. ആ തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കാനുള്ള മനസ്സിന്റെ, ശരീരത്തിന്റെ കാൽപാദങ്ങളുടെ ദൃഢത അവന് നൽകുമെന്ന്. അതാണ് വെളിച്ചം. നോക്കൂ നിങ്ങൾ, ഉഹദ് യുദ്ധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുഖത്ത് വലത്തെ കവിളിൽ പടച്ചട്ടയുടെ കമ്പി ഇറങ്ങിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ കനം കയറ്റി വെക്കപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം ശക്തമായ വേദനകൾ പ്രവാചകൻ സഹിച്ചിട്ടുണ്ട്. ആ യുദ്ധം അവസാനിച്ചു. തൻ്റെ സഹാബത്തിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന തൻ്റെ അരുമയായ സഹചാരികളോട് ഒരിക്കലും നിങ്ങൾ വെറുപ്പ് വെച്ചു പുലർത്താൻ പാടില്ല, വിദ്വേഷം വെച്ചു പുലർത്താൻ പാടില്ല എന്നാ പറഞ്ഞത്. സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു അതിങ്ങനെ വിശുദ്ധമായി സംസാരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഹിദായത്തിനെ സംരക്ഷിക്കാൻ വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ പ്രവാചകരെ താങ്കൾ കടന്നു പോകണം, താങ്കളുടെ അനുചരന്മാരും കടന്നു പോകണം. എങ്കിലേ സ്വർഗമുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും സഹാബത്ത് ചോദിച്ചു, അത് മനസ്സിലാക്കുന്ന, അത് മനസ്സിലാകാൻ പറ്റുന്ന വല്ല അടയാളങ്ങളും ഹിദായത്ത് ലഭിച്ചതിന്, ഹിദായത്തിന്റെ വെളിച്ചം മനസ്സിൽ ലഭിച്ചതിന്, ഹിദായത്തിന്റെ വെളിച്ചം റഹ്മാനായ റബ്ബ് ഖൽബിൽ പ്രകാശിതമാക്കിയതിന് വല്ല തെളിവുകളും പ്രവാചകരെ ഞങ്ങൾക്ക് അനുഭവപ്പെടുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു, ശാശ്വത ജീവിതത്തിന്റെ ഭവനത്തിലേക്ക് വീണ്ടു വിചാരമുള്ളവനായിരിക്കും അവൻ എന്ന്. നേരം പുലർന്നാൽ അവന്റെ മനസ്സിൽ ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ, ഇന്നത്തെ പകല് കൊണ്ട് നാളെയുടെ സ്വർഗത്തിന് എന്ത് സമ്പാദിക്കാൻ പറ്റുമെന്നാണ്.
ഒരു രാവ് അവനൊത്തു കിട്ടിയാൽ ഇന്നത്തെ രാവ് കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ എത്ര നന്മകൾ ശേഖരിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളോട് ഉറക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ? എൻ്റെ അബൂബക്കർ. അങ്ങനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. എൻ്റെ അബൂബക്കർ പകലിനേക്കാൾ ഉത്തമനാണ് രാവുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞ പകലിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് രാത്രിയിൽ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലായിരുന്നു. ഇബാദത്തിലും പ്രാർത്ഥനയിലും ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു അബൂബക്കർ സിദ്ദീഖിൻ്റെത് എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളതാരെന്നറിയോ? ദൽ വജ്ഹൈൻ, ദ്വിമുഖൻ, രണ്ട് മുഖമായിട്ട് നടക്കുക. ആളുകൾക്ക് മുമ്പിൽ നല്ലവനും സ്വകാര്യതയിൽ തിന്മ ജീവിതത്തിന്റെ മാർഗമായി സ്വീകരിച്ചവനാണ് അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ളവന്. ഞാൻ പറഞ്ഞെന്തെന്നറിയോ? റസൂലുള്ളാഹി പറയാം, അവന്റെ ജീവിതത്തിൽ ശാശ്വത ജീവിതത്തിന്റെ ഭവനത്തിലേക്കുള്ള വീണ്ടും വിചാരം ഓരോ സെക്കൻഡിലും അത് മാത്രമായിരിക്കും അവന് ഉണ്ടാകുക. ഈ കൃത്രിമമായ ഈ ദുനിയാവിനോട് വിട്ടു നിൽക്കാനുള്ള വാഞ്ചയായിരിക്കും കൂടുതൽ എന്നാണ്. ദുനിയാവ് വേണ്ടെന്നല്ല, ഒരു സൂഫിസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സമ്പത്തിനനുസരിച്ച്, നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും സുന്ദരമായി ഹറാമില്ലാതെ ജീവിക്കാനല്ല പറഞ്ഞു. എന്നാൽ ഇത് മാത്രമാണെന്ന് ചിന്തിക്കാതെ ഇതെനിക്ക് അള്ള തന്ന ഫദ്ലാണ്, അതിന് സക്കാത്ത് കൊടുത്ത് ഹറാമില്ലാതെ ഹലാലായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിക്കുന്നതിന് മുൻപ് മരിക്കാൻ തയ്യാറെടുക്കലാണ് അവരുടെ ലക്ഷ്യം എന്നാണ്. മരിക്കണതിന് മുമ്പ് മരിക്കാൻ റെഡിയാവും. അതാ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, മരണം എന്നുള്ളത് ഏറ്റവും അടുത്തായത് കൊണ്ട് തന്നെ ഈ ഒരു ഹാളിന്റെ ഡോറ് നമ്മൾ തുറക്കുമെന്ന് ഒരുറപ്പില്ല. ഇത് ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുറപ്പ് നമുക്കില്ല, ഒരുറപ്പും നമുക്കില്ല. വായ തുറന്ന് ഉറക്കച്ചിരിച്ച് ആ ചിരി മായുന്നതിന് മുമ്പ് മരിച്ചു വീണ സുഹൃത്തുക്കൾ നമുക്കില്ലേ? എത്ര ഭീകരമാണ് ആ കാഴ്ച. ടറഫിൽ കുഴഞ്ഞങ്ങിട്ട് വീഴുന്നതിന് മുമ്പ് ആർത്ത് ചിരിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പേടിച്ചു പോയില്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ആ കണ്ണം കൊണ്ട് കോസ്വേയിൽ ചപ്പും ചവറും മാറ്റിക്കൊണ്ടിരിക്കുക 26 വയസ്സുള്ള ആ സഹോദരൻ അങ്ങോട്ട് പുഴയിലൂടെ പോകണുണ്ടപ്പോൾ സുഹൃത്തുക്കൾ ചിരിച്ചു. അവൻ അത്രമാത്രം പുഴ പരിചയമാണ്. അവൻ എന്തോ എടുക്കാൻ പോവാന്നാ, ഓനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ച സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് അവന് കാണാതെ. അത്രേ ഉള്ളൂ. എത്ര അറിവുണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും അതൊക്കെ നിഷ്ഫലമായി പോകുന്നൊരു സെക്കൻഡാണ് നമ്മുടെ ജീവിതത്തിലെ മരണം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഹിദായത്ത് എന്നുള്ളത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായി നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. നോക്കൂ നിങ്ങൾ, അല്ലാഹു നമ്മോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള കൃത്യമായ ചിട്ടയും ശ്രദ്ധയും നമുക്കുണ്ടാവണം എന്ന് കൂടി പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? നിങ്ങളൊക്കെ പ്രൊഫഷണൽസ് ആണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്തെന്നറിയോ? ഒന്ന്, നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയാന്നുള്ളതാണ്. ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ തൽഖ അൻ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. അല്ലേ? നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ, ഒരാളെ കാണുമ്പോൾ അയാളോടൊന്ന് പുഞ്ചിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. പലരും ഇതിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, പല നിലക്കുണ്ടാവും. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരിക നമ്മയൊക്കെ താന്ന ആളുകളാണ്. നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയാറുണ്ടോ? അവിടെയാണ് റസൂലുള്ളാഹി പറയണത്. നോക്കൂ നിങ്ങൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരൊപ്പം ഇങ്ങനെ നടന്നു പോകാം. ആ സമയത്ത് കൂട്ടത്തിലെ ചെറിയ കുട്ടികളെ കാണും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു എരുത്തിങ്ങനെ പോയിരിക്കും. എന്നിട്ട് അവരുടെ കളി സാമാനങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് അവരോടൊന്ന് വർത്തമാനം പറയും. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവർക്ക്
നമ്മളൊന്ന് കുറഞ്ഞു പോയോ, ഒന്ന് ചെറുതായോ നമ്മളെ ഖലീഫ? ഈ ദുരഭിമാനത്തെയാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഖലീഫയാണ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫ. ആ മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ കാതുകളിൽ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായി ഉമർ ഇബ്നുൽ ഖത്താബ് പറയാ, ഈ ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കുലടായി. അനുജന്മാർ ചോദിച്ചു, എന്തോ ഉമർ താങ്കൾ ഇങ്ങനെയൊക്കെ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മക്കളെ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവരത്ത് സംഭവിച്ചു പോയിട്ടില്ല. ആ മക്കളാ ഞാൻ ആ പറഞ്ഞ വേളയിൽ അല്ലാഹ് ഉമറിന് പുറത്തു കൊടുക്കുന്ന് പറഞ്ഞ ചിലപ്പോ നാളെ പരലോകത്ത് എനിക്ക് അതായിരിക്കും. സഹോദരങ്ങളെ, നിങ്ങളെ മുമ്പിലേക്ക് ഒരാൾ ഒരു ആവശ്യമായിട്ട് വരുന്നതേ പല നിലക്കായിരിക്കും. അയാൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും, നിങ്ങൾക്ക് പല തിരക്കുണ്ടാകും, നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് പല സങ്കീർണതകളും ഉണ്ടാകും. പക്ഷേ അതിനിടയിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഈ മനുഷ്യൻ എൻ്റെ സ്വർഗത്തിന്റെ ഒരു നന്മയാണെന്ന് ചിന്തിച്ചാൽ, അവനോടൊരു പുഞ്ചിരി പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരുന്നാൽ, ഒരു വാക്കുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ കഴിയില്ല. ചിലപ്പോൾ ചേമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് മുതുകിലൊന്ന് തടവിക്കൊടുത്ത് കൈയൊന്ന് കൊടുത്ത് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് മതിയാകും. സഹോദരങ്ങളെ, നമ്മളെ അഹങ്കാരം ഉണ്ടല്ലോ, എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്? പഠിച്ചപ്പോൾ ഒരു ജോലി കിട്ടിയതായിരിക്കും. നമ്മളെ മനസ്സിൽ എന്താരോ 8 കൊല്ലം പഠിച്ചതാ, 10 കൊല്ലം പഠിച്ചതാ, ഓനൊന്നും പഠിക്കാഞ്ഞിട്ടല്ലേ. എന്നിട്ട് ഇങ്ങോട്ട് നെളിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ വണ്ണുണ്ട്. ഇല്ലട്ടോ, ആളുകളുടെ മനസ്സിൽ നമുക്ക് ഒന്നുമില്ല. നമ്മളെ മനസ്സിലുള്ള വലുപ്പം അത് പിശാചുണ്ടാക്കിയ വലുപ്പം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. ഒരു നന്മയിൽ നിന്ന് നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നന്മയുടെ ഒരു അംശം പുഞ്ചിരി കൊണ്ട് പോലും നീ നഷ്ടപ്പെടുത്തി കളയരുത്. മുഖം കോട്ടിക്കൊണ്ടോ മുഖം താഴ്ത്തിക്കൊണ്ടോ കണ്ണിലേക്ക് നോക്കാതെയോ നീ ഇരിക്കരുത്. അതൊക്കെ നിനക്ക് നന്മയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. മറ്റൊന്നെന്താ നിങ്ങള് എത്തിക്സിനെ കുറിച്ച് പറയുമ്പോഴേ അള്ളാഹിന്റെ റസൂലിന്റെ ഒരു ഹദീസ് മാത്രം മതി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഇത്രയും നേരം പറഞ്ഞ ഈമാൻ അള്ളാഹ് കട്ട് ചെയ്തു. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്റെ സഹോദരനും ഉണ്ടാവുന്നത് നീ ഇഷ്ടപ്പെടുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. എനിക്കെന്തൊക്കെ സൗഭാഗ്യം റഹ്മാനായ റബ്ബ് തന്നിട്ടുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന ആഗ്രഹം, അതും ഉണ്ടാവണമെന്ന ആഗ്രഹം. നോക്കൂ നിങ്ങൾ, ബിലാൽ ഇബ്നു റബാഹ് സദസ്സിലേക്ക് കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബിലാൽ, എന്റെ സ്വർഗത്തിലെ വീടിന്റെ സമീപത്തു കൂടി താങ്കളുടെ കാലടിപ്പാടുകളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുവല്ലോ. ഹദീസ് എപ്പോഴും കേൾക്കുന്ന സഹാബത്തിനൊക്കെ സ്വാഭാവികമായും അത്ഭുതം തോന്നി. പലരും അദ്ദേഹത്തോട് ചോദിച്ചത് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതിൽ ഒരു ഹദീസിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി എന്താണെന്നറിയോ? ഒരാൾക്കൊരു അനുഗ്രഹം ഉണ്ടായാൽ അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ഇനിയും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ബാറക്കല്ലാഹു ലക്, നിനക്ക് കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അസൂയല്ല, പകല്ല, വിദ്വേഷല്ല, വെറുപ്പില്ല. ഇതാണ് ഹിദായത്ത് ലഭിച്ച നമുക്ക് അല്ലാഹുവിനോട് ചെയ്യാൻ, നമ്മുടെ സഹോദരങ്ങളോട് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി തീരാൻ അല്ലാഹു പഠിപ്പിക്കുന്നത്. ലാ യുഹിബ്ബു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, തന്റെ ഇഷ്ടം തനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്റെ സഹോദരനും ഉണ്ടാവണം എന്ന ആഗ്രഹം. അപ്പോ നമ്മൾ ഒരിക്കലും നമ്മളെ വീട്ടിലെ വേസ്റ്റ് തൊട്ടപ്പുറത്തെ റോഡ് സൈഡിൽ ഇട്ട് പോകൂല. കാരണം എന്താ അറിയോ? അത് തൻ്റെ അടുത്ത സഹോദരന് ബുദ്ധിമുട്ടാണെങ്കിൽ അത് എൻ്റെയും കൂടി ഒരു ബുദ്ധിമുട്ടാണ്, അതെൻ്റെയും കൂടി ഒരു ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മെ തേടി വരുന്നവർ, നമ്മെ ആഗ്രഹിച്ചു വരുന്നവർ, നമ്മോട് പലതും ചോദിക്കുന്നവർ, എനിക്ക് ഉള്ളത് കൊണ്ടാണല്ലോ അവൻ ചോദിക്കുന്നത്. അതെ, അത് ചിലപ്പോൾ ഒരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കന്നെ.
ചിലപ്പോ ഒരു ഉപകാരമായിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ആ സാധു എൻ്റെ അടുത്ത് വന്നത്. അൽഹംദുലില്ലാഹ്, കേറിയിരിക്കടാ, വാ, ഒരു ചായ നമുക്ക് ഒന്നിച്ചു കുടിക്കാം. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിൽ ഇടം നേടാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ അറിയണം. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ, ഈ ഹിദായത്തുണ്ടല്ലോ, അള്ളാഹ് പറഞ്ഞ ഈ നന്മയുടെ വഴിയുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ നിങ്ങളെ, ഒന്ന്, ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നമുക്ക് ഈ ലഭിച്ച സൗഭാഗ്യം നഷ്ടപ്പെടുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആ ഒറ്റ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതൊരു സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം നഷ്ടപ്പെടുന്നത്, അല്ലേ, നാം സ്നേഹത്തോടു കൂടി പോറ്റി വളർത്തിയ മക്കൾ മരിക്കുന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. നമ്മുടെ കൂടെ 20, 25, 50 കൊല്ലം ജീവിച്ച ഭാര്യ മരിക്കുമ്പോൾ, ജീവിച്ചിരിപ്പുള്ള ഭർത്താവാണെങ്കിൽ അദ്ദേഹം അറിയാതെ കരഞ്ഞു പോകും, ഭാര്യ കരഞ്ഞു പോകും. എന്തേ? ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യവും സൗഭാഗ്യവുമായിരുന്നു അത്, അല്ലേ? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ക്ഷമിച്ചും സഹിച്ചും ഉൾക്കൊണ്ടും പ്രണയിച്ചും നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. അള്ളാഹ് പറയാ, ഈ പ്രണയവും ഈ ഇഷ്ടവും ഈ സ്നേഹവും എല്ലാം ഒന്നാമതുമായി അള്ളാഹുവിനോടും പ്രവാചകനോടുമായിരിക്കണം. അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം. അത് നഷ്ടപ്പെടുന്ന ഒരു വിഷയം എന്താ അറിയോ? ഷിർക്കാണ്. ഖുർആനും ഹദീസും ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ പിശാച് പിന്നെ പിടികൂടെ എപ്പോഴാണ് നിങ്ങള് ഷിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അല്ലദീന ആമനു, വിശ്വസിച്ച ഒരു കൂട്ടർ, വലം യൽബിസു ഈമാനഹും ബിദ്ദുൽമ, അവർ അവരുടെ വിശ്വാസത്തിൽ ഒരിക്കലും ഷിർക്ക് കലർത്തുകയില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാവുക, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇത് പിശാച് അവന് എതിരെയുള്ള പ്രഖ്യാപനമായി തിരിച്ചറിഞ്ഞ വാചകമാണ്. അതുകൊണ്ട് തന്നെ പിശാച് എന്താ ചെയ്യാറിയോ? പിശാച് നമ്മെ ഷിർക്ക് ചെയ്യാനാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുക. പലപ്പോഴും കൂടുതൽ ഈമാൻ എന്നൊരു ചിന്തയുണ്ടാക്കിക്കൊണ്ട് പിശാച് മെല്ലെ മെല്ലെ നമ്മെ ത്വരീഖത്തിലേക്കും തബീയിലേക്കും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ എന്താ? അവിടെ ഷിർക്കിന്റെ പിഴച്ച വാദങ്ങളിലൂടെ ത്വരീഖത്തിന്റെ വഴിയിലൂടെ അങ്ങനെ പോകും. പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പറയേണ്ട വിഷയമാണ്. അതെവിടെയാണ് കൊണ്ടുവന്നറിയോ? നമ്മുടെ വിശ്വാസം പോരാന്ന് പിശാചാൻ ചിന്തിപ്പിക്കും ആദ്യം. ഇതൊന്നും തികഞ്ഞിട്ടില്ല, എന്നിട്ട് കുട്ടികളെ മക്കളൊക്കെ ഉപേക്ഷിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. വേറെ തലം എന്താണെന്നറിയങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ജാറമാണ്, തങ്ങളാണ്, ബീവിയാണ്, നൂലാണ്, ഉറുക്കാണ്, ഏലസാണ് എന്നവൻ പഠിപ്പിക്കും. നിങ്ങൾ വിചാരിക്കും, ഇതെന്താ റഷീദ് ഇങ്ങനെ പറഞ്ഞ്? വിദ്യാഭ്യാസം ഞങ്ങളോടായി പറയണേ. ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയ എത്ര ആളറിയാന്നറിയാം എനിക്ക്. മണ്ണാർക്കാടാണ് ഞാൻ ഖുത്ബ പറയണത്. പലരോടും സംസാരിക്കുമ്പോ മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുമ്പോ കണ്ണിൽ വെള്ളം നിറച്ച് ഇറങ്ങിപ്പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിറ്റേ ദിവസം വരുമ്പോ പറയും, മൗലവി നിങ്ങൾ ആ പറഞ്ഞ ഹദീസ് ഞാൻ ഇന്നാട്ടോ കേട്ടത് എന്ന്. അങ്ങനെ മനുഷ്യന്റെ ദുർബലമായ മനസ്സിനെ പിശാച് സ്വാധീനിക്കും. അവിടെ ഒരു പഠിച്ചു വെച്ച പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളുടെ കണക്കൊന്നുമില്ല. പിശാചിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട പണിയാണ് ഷിർക്ക് ചെയ്യുക എന്നില്ലേ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം നിഷിദ്ധായി, അമൽ പൊളിഞ്ഞു പോയി. അപ്പൊ പിശാച് ഈ ഒരു ഹിദായത്ത് കിട്ടിയ നമ്മെ വഴിതെറ്റിക്കുന്ന ഒന്നാമത്തെ വഴി ഷിർക്ക. നോക്കി നിങ്ങൾ, ഈ NH ഇവിടുന്ന് പാലക്കാട് വരെ യാത്ര ചെയ്താൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന 1000 കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ഇപ്പൊ നമുക്ക് ഇഷ്ടല്ല. കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നമുക്ക് തെളിഞ്ഞ ബുദ്ധിയിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ കുടുംബത്തിന് ബോധ്യപ്പെടാത്ത വിഷയ, അബൂജഹലിന് ബോധ്യപ്പെട്ടിട്ടില്ല, അബൂ താലിബിന് ബോധ്യപ്പെട്ടിട്ടില്ല, ഉത്ബക്കും ഷൈബക്കും ബോധ്യപ്പെട്ടിട്ടില്ല. പ്രവാചകനെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന അവർക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയമാണ് തൗഹീദാണ് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്.
അങ്ങനെ ഷിർക്കിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഈ ഹിദായത്തിനെ തെറ്റിക്കാൻ അവൻ ശ്രമിക്കും. സഹോദരി സഹോദരങ്ങളെ, അതിൽ നമ്മൾ നന്നായി ജാഗ്രത പാലിക്കുകയും ഖുർആനും ഹദീസും പഠിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദ് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യണം. മറ്റൊന്നെന്താ അറിയും, രണ്ടാമത്തെ ഒരു ദുരന്തം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? മതം എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ചെയ്യാത്തൊരു സംഗതിയാണ്. ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കണം, മതം കൊണ്ടൊരു ഗുണമല്ല. ഇത് കേൾക്കുന്ന മനുഷ്യർക്കൊക്കെ മതം എവിടെ ഉണ്ടാക്കി എന്ന ചിന്ത നമ്മളെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും വലിയ വലിയ നേതാക്കന്മാർക്കും വലിയ വലിയ ബുദ്ധിജീവികൾക്കൊക്കെ ഉണ്ട്. മതം ഒരു ഗുണമില്ലാത്തതാണ്. ആ മതം ഒരു ഗുണം ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ വിശ്വാസമില്ലാത്തൊരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചാൽ അവിടെ എന്താ ആകെ വരുന്ന വാചകം? ഇത് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ചങ്ങോട്ട് ജീവിക്കണം എന്നാണ്. ഇത് കൗമാരക്കാരും ക്യാമ്പസും ഒക്കെ അതിശീഘ്രം വളർന്നു വരുമ്പോ മരിക്കണീന്റെ മുമ്പത്തെ ജീവിതം മാത്രമേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അവിടെയാണ് നിരീശ്വരവാദവും ലിബറലിസം ഒക്കെ കടന്നു വരുന്നത്. ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മളെ മക്കളെ കുറിച്ച് ചിന്തിക്കണം, അല്ലെ? ഏറ്റവും നല്ല കോഴ്സിനാണ് നമ്മളെ മക്കളെ കുറിച്ച് നമ്മളെ ചേർത്തിട്ടുള്ളത്, അല്ലെ? എൻ്റെ രക്ഷിതാക്കളോട് സുഹൃത്തുക്കളോട് പറയാം, സഹോദരങ്ങളെ, ലുക്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകനാകെ കൊടുത്തൊരു ഉപദേശമുണ്ട്. എന്താണ്? മോനെ, പൊന്നു മോനെ, യാ ബുനയ്യ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് ബാക്കി യഅതി ബിഹല്ലാഹ്. പോരെ, ഈ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുത്താൽ മതി. ഒരു പ്രണയം ഉണ്ടാവില്ല, ഒരു ലഹരി ഉണ്ടാവില്ല. അവൻ നേരെ പോയി കോഴ്സ് കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന് കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള ഒരു മനുഷ്യനായി മാറും. എന്താ ആയത്തിന്റെ അർത്ഥം? മോനെ, നീ ഒരു കർമ്മം ചെയ്താൽ, നീ ഒരു കാര്യം ചെയ്താൽ, അത് ആകാശഭൂമികളിൽ എവിടെ വെച്ചാണെങ്കിലും പാറക്കെട്ടുകൾക്കുള്ളിൽ വെച്ച് സ്വകാര്യമായി ചെയ്താലും ഒരു ദിനം വരാനുണ്ട് കേട്ടോ, അത് അല്ലാഹ് കൊണ്ടുവരും, നിന്റെ മുമ്പിൽ ഹാളിറാക്കും. അന്ന് കാണാൻ ഞങ്ങളുണ്ടാകും, ഞങ്ങളെ കാണാൻ നീയും ഉണ്ടാകും. ഈ ഒരു വിശ്വാസം മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മളും പോകും നിരീശ്വരവാദത്തിലേക്ക്. എന്താ ബേസ് എന്നറിയോ? അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഒന്ന് ഞാൻ പറഞ്ഞത് ഷിർക്കാണ്, രണ്ട് ഞാൻ പറഞ്ഞത് മതനിരാസത്തെക്കുറിച്ചാണ്. മൂന്നാമത് എന്താണെന്നറിയങ്ങളെ, നമ്മൾ ഈ രണ്ട് വഴിയും സ്വീകരിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക തിന്മ ചെയ്യാനുള്ള വാതിലുകൾ തുറക്കുക എന്നുള്ളതാണ്. എത്ര പ്രായവ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഹറാമുകൾ നമ്മെ കൊണ്ട് പിശാച് ചെയ്യിപ്പിക്കും. അത് ലൈംഗിക രംഗത്താവാം, സദാചാര രംഗത്താവാം, കച്ചവടത്തിലാവാം, പലിശ ഇടപാടുകളിലാവാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലാവാം. എവിടെയെങ്കിലും ഒന്നാണ് പൊട്ടിക്കും പിശാച്. എന്നിട്ട് അതിലൂടെ 1001 ഹറാമുകൾ നമ്മെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും. ഹറാമ് ഒന്നിനു മേൽ ഒന്നായി നമ്മൾ അങ്ങനെ ചെയ്തു കൂട്ടിയാൽ പിന്നീട് ഈ ഹൃദയത്തിന് അല്ലാഹ് തന്ന വെളിച്ചുണ്ടല്ലോ, അതങ്ങോട്ട് കെട്ടുപോകും. കല്ലാ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളൊക്കെ കറുത്ത് കല്ലിച്ചു പോയിരിക്കുന്നു. എല്ലാം കറുത്തുപോയി, ഒരു വെളിച്ചം പ്രവേശിക്കാൻ പറ്റാത്ത വിധം ഇരുളടഞ്ഞതായി, കട്ടിയുള്ളതായി, കല്ലിനേക്കാൾ കാഠിന്യമുള്ളതായി തീർന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അത് ഞാൻ കൊടുത്ത ഫിത്രത്തല്ല, അത് ഞാൻ കൊടുത്ത മനസ്സല്ല, ബിമാ കാനൂ മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത് അവരുടെ മനസ്സ് നശിപ്പിച്ചതാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയാം. വിശ്വാസികളെ, അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ഹാളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അല്ലാഹ് തന്ന തൗഫീഖിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത സമ്പാദ്യത്തിന്റെ ഉടമകളായി ചിലപ്പോ ഈ ജീവിതം കൊണ്ട് അള്ളാഹു ഖാറൂനെ പോലെ ചിലപ്പോ നമ്മെ വളർത്തിയിട്ടുണ്ടാകും. അവിടെ ഖാറൂനിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ജീവിതം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അബൂജഹൽ ഉണ്ടല്ലോ, 1000 അബൂജഹലുമാർ ജീവിക്കുന്ന നാട്ടിൽ, അബൂജഹലിന്റെ മനസ്സ് പോലും ചിലപ്പോൾ നമ്മെ സ്വാധീനിക്കപ്പെട്ട നാട്ടിൽ, അബൂജഹലിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ജീവിതം. നോക്കൂ നിങ്ങൾ,
നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് ഖിയാമത്ത് നാൾ വരെ ജനങ്ങളോട് ദീനിന്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആയിഷ ബീവിയെ പോലെ ദീനിൽ ഉത്തമ മാതൃകയായി, കുടുംബത്തിന് മാതൃകയായി, മക്കൾക്ക് ഉത്തമയായ ഒരു ഉമ്മയായി, മരുമക്കൾക്ക് ഏറ്റവും നല്ല ഒരു ഉമ്മയായി, കുടുംബത്തിൽ ഏറ്റവും നല്ലൊരു സഹോദരിയായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കുമോ സഹോദരിമാരെ? ഫ്ലാറ്റിന്റെ 1500-ന്റെയോ അല്ലെങ്കിൽ നമ്മുടെ വില്ലയുടെ 5000-ന്റെയോ ആ ഉയർത്തപ്പെട്ട മതിലുകൾക്കിടയിൽ നാം ഞെങ്ങി അമർന്ന് അള്ളാഹുവിനെ മറന്ന് മനസ്സിടുക്കമുള്ളവരായി തളർന്ന് തകർന്നാണോ ജീവിക്കുന്നത്? അതോ നമ്മുടെ റൂഹ് ആകാശത്തിലേക്ക് ഉയരുമ്പോൾ മലക്കുൽ മൗത്തിനെ കണ്ടതിന്റെ സന്തോഷവും ആഹ്ലാദവും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നല്ല ചോദിക്കുമ്പോൾ, നാളെ ഖിയാമത്ത് നാളിൽ വിരൽ കടിക്കേണ്ടി വരുന്നത് ഈ ഹിദായത്തിന്റെ വെളിച്ചത്തിന്റെ ആ പ്രകാശത്തിന്റെ തനിമയിലൂടെ സഞ്ചരിക്കാൻ ഒരവസരം തന്നിട്ട് നീ എന്തടോ ഇങ്ങനെയെന്ന് നമ്മെക്കുറിച്ച് ചോദിക്കുമോ എന്നാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 2 ഖൗം ഈ സമൂഹത്തിലുണ്ടാകും. ഒന്ന് മുഅ്മിനീങ്ങളാണ്, ഒന്ന് മുനാഫിഖീങ്ങളാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകൾ. കെലിമ ചൊല്ലി മലക്കുൽ മൗത്തിനെ കണ്ട് സന്തോഷത്തോടു കൂടി സ്വർഗയാത്രക്ക് ഒരുങ്ങിയവർ. മുനാഫിഖാരാന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പള്ളി കമ്മിറ്റിയിലുണ്ടായി, താടി വളർത്തി, നമസ്കാരത്തഴമ്പുണ്ടായി, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഖിയാമത്ത് നാളിനെ സംശയിച്ചു. അവന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മകൾ സ്വകാര്യമായി ചെയ്തു. ജബലു തിഹാമത്തിൻ ബിള, വെളുത്ത തിഹാമ പർവ്വതത്തേക്കാൾ അവരുടെ കയ്യിൽ നന്മയുണ്ടായിരുന്നു. പക്ഷേ ആ നന്മകളൊക്കെ ഹബാ മൻസൂറ, അല്ലാഹ് കാറ്റടിച്ച വെടിയേറ് പോലെ പറത്തിക്കളഞ്ഞു എന്നാണ്. ആ ജനതയെക്കുറിച്ച് റസൂലുള്ളാഹ് പറഞ്ഞത് മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകുമെന്നാണ്. നമ്മൾ അതിൽപ്പെടുമോ? ഈ 2 ചിന്തകളിൽ നിന്ന് യഥാർത്ഥ ചിന്തയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസികളെ, പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ലഭിച്ചത് ഹിദായത്താണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുമെന്ന സന്തോഷത്തിന്റെ വർത്തമാനമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അള്ളാഹു എനിക്ക് കൂടെയുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ അതാണ് എൻ്റെ വിശ്വാസം. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹുവേ നീയാണ് എൻ്റെ രക്ഷാധികാരി ഇഹത്തിലും പരത്തിലും എന്ന ദൃഢബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ജോലിയും സമ്പാദ്യവും സൗഹൃദങ്ങളും ഒക്കെ ആളുകൾക്ക് സേവനം ചെയ്യുന്നതിനും ആളുകൾക്ക് നന്മ വരുന്നത് കാണുന്നതിലും സന്തോഷിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാക്കിക്കൊണ്ടാണ് നമ്മെ ജീവിപ്പിക്കുക. നമ്മൾ ജീവിച്ചു പോയതിൻ്റെ അടയാളങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന 1000 സൗഹൃദങ്ങളായി ഈ ദുനിയാവിൽ ബാക്കി വെക്കാൻ അള്ളാഹു അവസരം നൽകുക തന്നെ ചെയ്യും. ഈ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയാൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹിദായത്തിനെ നഷ്ടപ്പെടാതെ എന്നും പ്രകാശിതമായി കൊണ്ടു നടക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ പ്രകാശത്തിന്റെ കേന്ദ്രമാണ് വിശുദ്ധ ഖുർആൻ. ആ പ്രകാശത്തിന്റെ സോഴ്സാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ. അത് എന്നും പഠിച്ചും അറിഞ്ഞും ഉൾക്കൊണ്ടും കൂടുതൽ കൂടുതൽ വായിച്ചും അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി സുജൂദുകൾ വർദ്ധിപ്പിക്കപ്പെടുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകലമാന തെറ്റുകളും എണ്ണി എണ്ണി റഹ്മാനായ റബ്ബിനോട് കേണപേക്ഷിച്ച് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിൻ്റെ ഓരോ കർമ്മങ്ങളും ഓരോ ചലനങ്ങളും സന്തോഷത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി നിർവഹിച്ച് പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ഉത്തമരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹിദായത്തിനെ സംരക്ഷിക്കുകയും അവസാന കാലം മരണസമയം കെലിമ ചൊല്ലി അള്ളാഹു ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ മരണത്തോടു കൂടി എത്തിച്ചേരുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.